നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. അവയവക്കടത്തിന് 50 ലക്ഷത്തിന്റെ പാക്കേജ്. ആളൊന്നിന് സംഘത്തിന് ലഭിക്കുന്നത് 25 ലക്ഷം രൂപ. ദാതാവിന് കിട്ടുന്നതോ 7 ലക്ഷം. അന്താരാഷ്ട്ര അവയവ കച്ചവടത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള റാക്കറ്റിലെ ഒരാൾ കൂടി പിടിയിലായെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം പിടിയിലായ ഇടനിലക്കാരൻ തൃശൂർ വലപ്പാട് എടമുറ്റം കോരുകുളത്ത് വീട്ടിൽ 30 വയസ്സായ സാബിത് നാസറിന്റെ സുഹൃത്താണ് ഇയാൾ. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സാബിത്തിനെ റിമാൻഡ് ചെയ്തു. അന്താരാഷ്ട്ര ബന്ധമുള്ള കേസായതിനാൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും. ശനിയാഴ്ച രാത്രി ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി കൊച്ചിയിലെത്തിയ സാബിത്തിനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച പോലീസിന് കൈമാറുകയായിരുന്നു. മലയാളി അടക്കം 20 പേരെ അവയവ കൈമാറ്റത്തിനായി ഇറാനിൽ എത്തിച്ചെന്നാണ് ഇയാളുടെ മൊഴി. ഇതിലേറെ പേർ ഇരയായിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിക്കുന്നു. ഇരകളുടെ വിവരങ്ങൾ നെടുമ്പാശ്ശേരി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റ് വഴിയാണ് ആളുകളെ ഇറാനിൽ എത്തിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പാലക്കാട് സ്വദേശിയെയാണ് 1 വർഷം മുൻപ് കടത്തിയത്. കൂടുതലും സ്ത്രീകളാണ്. 2 പേർ ഇറാനിൽ മരിച്ചതായി പോലീസിന് സൂചന ലഭിച്ചെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങളിലെ ആളുകളെയാണ് മുഖ്യമായും ഇറാനിലേക്ക് കടത്തിയത്. രോഗിയുമായി 50 ലക്ഷം രൂപയ്ക്ക് പാക്കേജ് ഉണ്ടാക്കുന്ന മാഫിയ ദാതാവിന് നൽകുന്നത് 7 ലക്ഷം രൂപയും ആശുപത്രി ചെലവും. ആളൊന്നിന് 25 ലക്ഷം വീതം ഇവരുടെ പോക്കറ്റിൽ വീഴും. 5 വർഷമായി അവയവക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് ഇയാളുടെ മൊഴി. സാമ്പത്തികമായി തകർന്നതോടെ അവയവം വിറ്റ പണം കണ്ടെത്താൻ 2019 സാബിത് ശ്രീലങ്കയിലേക്ക് പറന്നു. ഹൈദരാബാദ് സംഘമാണ് ശ്രീലങ്കയിൽ എത്തിച്ചത്. ഇവിടെ പരിചയപ്പെട്ട മധു റാക്കറ്റിലേക്ക് അടുപ്പിച്ചു. ഇടനില നിന്നാൽ വൻതുക കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞതോടെ സാബിത് പൂർണ്ണമായും ഇതിലേക്ക് തിരിയുകയായിരുന്നു. ഇയാൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഭാര്യ ഉപേക്ഷിച്ചതോടെ അധിക സമയവും ഇറാനിലായിരുന്നു. ഇന്ത്യയിൽ നിന്നെത്തുന്ന ദാതാക്കളുടെ കാര്യങ്ങൾ സാബിത്താണ് ഇറാനിൽ നോക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.